ഇന്നേ ദിവസം ശുശ്രൂഷയിൽ പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാർത്ഥനാ സപ്പോർട്ട്, പ്രയർ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്, വാട്സാപ്പിൽ അയക്കാവുന്നതാണ്, മെസ്സഞ്ചറിൽ അയക്കാവുന്നതാണ്. തീർച്ചയായും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്കിപ്പോൾ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാട്സാപ്പിലൂടെ, മെസ്സഞ്ചറിലൂടെ, കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട്, വിവിധ പേജുകളിലൂടെ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും കർത്താവെ അവയെ പ്രത്യേകമായി അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ കർത്താവെ, ഞങ്ങളുടെ നിയോഗങ്ങളെ, വേദനകളെ, വിഷമങ്ങളെ, ഞങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ ആണിപ്പഴുതുള്ള കരം വെച്ച് ആശീർവദിക്കുന്നതിനായി നന്ദി പറയുന്നു ഈശോയെ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി ഞങ്ങളെ അന്ത്യത്തോളം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളമായി ഇന്നേ ദിവസം അവിടുത്തെ കരം തൊട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ സ്നേഹത്തിന് അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഈശോയെ. അത് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും ഈ നിമിഷം സമർപ്പിക്കുകയാണ്. അവരുടെ നിരവധിയായ നിയോഗങ്ങളെ കർത്താവെ, എൻ്റെ സഹോദരങ്ങളുടെ നിയോഗങ്ങളെ ഈശോയെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിമിഷം പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ മുറിവുകളെ വെച്ച് കെട്ടണമേ. അങ്ങ് ഞങ്ങൾ ഓരോരുത്തരുടെയും മുറിവുകളെ വെച്ച് കെട്ടണമേ. സഹോദരങ്ങളെ, ആന്തരികമായ മുറിവുകളുള്ള വ്യക്തികളെ കർത്താവ് സന്ദർശിച്ച് അവിടുന്ന് ഈ നിമിഷം സൗഖ്യം നൽകുന്നു. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സന്ദേശം ഈശോ നൽകുന്നു. ആന്തരികമായ മുറിവുകൾ, മാനസികമായ മുറിവുകൾ, വിഷമങ്ങൾ, വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ചിലപ്പോൾ ചില സ്ഥലത്ത് നിങ്ങൾ റിജക്ഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ആ റിജക്ഷൻസിൻ്റെ വേദന നിമിത്തം ചിലപ്പോൾ വീട്ടിനുള്ളിലായിരിക്കും നിങ്ങൾ റിജക്റ്റഡ് ആയിരിക്കുന്നത്. ഞാൻ റിജക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേദന ഭയങ്കര വളരെ തീവ്രമായൊരു വേദനയാണ്. ചിലപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഫുഡ് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്തായി കുക്ക് ചെയ്തേക്കുന്നത്, ഇത് വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു റിജക്ഷനാണ്, അത് ഒരു അബ്യൂസാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെയിന് ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ വർഷങ്ങളോളം സഹിച്ച് ആ പെയിൻ കാരണം മനുഷ്യരുടെ ക്യാരക്ടർ പോലും മാറിപ്പോകാറുണ്ട്. ചിലപ്പോൾ അബ്യൂസീവായിട്ടുള്ള ചില പേരൻസ് ചിലപ്പോൾ നീ കഴിവില്ല, മക്കളോട് പറയുകയാണെങ്കിൽ നീ കഴിവില്ലാത്തതാ, നീ കൊള്ളിയല്ല, നീ ചണ്ണയാ, നീ കഴുതയാ, ഇങ്ങനെ പറഞ്ഞ് ആ അബ്യൂസ് കാരണം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, എനിക്കൊരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് അത് ഉപബോധ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഏറ്റെടുത്ത മനുഷ്യരുണ്ട്. അവർക്ക് ലൈഫിൽ ഒരുപാട് മനുഷ്യരെ അഭിമുഖീകരിക്കുവാനും പല കാര്യങ്ങളും മുൻപോട്ട് വരാനൊക്കെ ആ ഒരു അബ്യൂസ് കാരണം അവരെ പലപ്പോഴും അത് അവരെ പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈശോ അതിൽ നിന്നൊക്കെ നമുക്ക് സൗഖ്യം നൽകും, വിടുതൽ നൽകും. ചിലപ്പോൾ നിങ്ങൾ റിലീജിയസ് ആയിട്ടുള്ള അബ്യൂസിലൂടെ കടന്നുപോയ ആൾക്കാർ കാണും. കാരണം പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഈശോനെ നമ്മൾ സ്വീകരിക്കുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന്, അത് അവരുടെ ചില വൈദികരാകാം, വചനപ്രഘോഷകരാകാം, സഭാവിഭാഗ വ്യത്യാസം തന്നെ, ഇന്നൊരു കാസ്റ്റെന്നോ ഇന്നൊരു ഡിനോമിനേഷനോ ഇല്ല കേട്ടോ. ചിലപ്പോൾ ഒരു പാസ്റ്റർ ആകാം, വൈദികനാകാം, ആരുമാകാം. അവരിൽ നിന്നൊക്കെ വാക്കുകൾ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും അവരുടെ അവഗണന കൊണ്ടും ചിലപ്പോൾ അവരുടെ ശാരീരികമായിട്ടാകാം, മാനസികമായിട്ടാകാം ലൈഫിലുണ്ടായ അബ്യൂസ് നിമിത്തം ഉള്ളിൽ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഈശോ ഈ നിമിഷം സന്ദർശിക്കുന്നു. കർത്താവിന് പറയാനുള്ളൊരു കാര്യം ഇത്ര മാത്രമാണ്: കുറവുകളുള്ള നിന്നെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കുറവുകളുള്ള മനുഷ്യരോട് ക്ഷമിക്കുവാനും ഈശോ നിനക്ക് വലിയൊരു കൃപ നൽകുകയാണ്. ഹല്ലേലൂയ. കുറവുകളുള്ള നിന്നെ ഈശോ സ്നേഹിക്കുമ്പോൾ, കുറവുകളുള്ള നിന്നെ ഈശോ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കുറവുകളുള്ള മനുഷ്യരോട് ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ ഈ നിമിഷം പകരുകയാണ്. നല്ല ഈശോയെ, ഇത്തരത്തിൽ വേദനകളിലൂടെ, അബ്യൂസിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരെയും, അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള, ഇന്ന് ഓർമ്മയിൽ പോലും ഇല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സിൽ കർത്താവെ ആ ഒരു ചങ്ങലകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ വ്യക്തികളെയും, ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും, ഞങ്ങൾ ഓരോരുത്തരെയും യേശുവെ അവിടുന്ന് സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുവാൻ തരാൻ കഴിയത്തുള്ളൂ. ഒരു അച്ഛന് പറ്റത്തില്ല, ഒരു പാസ്റ്ററിന് പറ്റത്തില്ല, ഒരു വചനപ്രഘോഷന് പറ്റത്തില്ല, ഒരു വൈദികന് പറ്റത്തില്ല, ഒരു കന്യാസ്ത്രീക്ക് പറ്റത്തില്ല. കർത്താവ്, നിനക്ക് മാത്രമാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നത്. അങ്ങയുടെ ആ സ്വാതന്ത്ര്യം
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ പരിപൂർണതയിൽ കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ എളിമയോടെ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ബിസിനസ്സൊക്കെ ചെയ്ത് ഒരുപാട് തകർച്ചയിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഈശോ ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്, പക്ഷേ ഈശോ ആ ഭയത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറുന്നു കേട്ടോ. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു സർജറി ചെയ്യുക, ഒരു കോൺഫിഡൻസ് ഈശോ നിങ്ങൾക്കായി നൽകുകയാണ്. ഹല്ലേലൂയ. പ്രയർ റിക്വസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തോളുക. കർത്താവ് നമ്മളോട് കരുണ കാണിക്കും, ദൈവം നമ്മളോട് കരുണ കാണിക്കും. കർത്താവിന് മാത്രമേ ഇപ്പം നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വേദനയും തീവ്രതയും ഒക്കെ ഈശോയ്ക്ക് അറിയാം, ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. ചിലപ്പോൾ ആൾക്കാർ ഓർക്കും ഞാൻ വ്യക്തിപരമായി അതിനുവേണ്ടി ഓരോ നിയോഗത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ ആൾക്കാർ ചിലപ്പോൾ ഫോണിലൊക്കെ വിളിക്കുമ്പോഴേ ചില ദിവസങ്ങൾക്ക് ഒരുപാട് പേര് ഒരേ സമയത്ത് വിളിക്കുമ്പോൾ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഫോൺ ഹാങ് ആയി പോകും, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുമാണ്. വാട്സാപ്പിലൊക്കെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ആൾക്കാരുടെ റിക്വസ്റ്റ് നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കണം, പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 10-20 പ്രാവശ്യമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് തന്നെ വേറെ ആൾക്കാരും വിളിക്കുമ്പോൾ ഫോൺ ഹാങ് ആയിപ്പോൾ. അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചി കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുക, നിങ്ങളൊന്നും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, അതാ ഇതാ മറ്റേതാ മറിച്ചതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ചേച്ചി ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ, എൻ്റെ വിഷമങ്ങൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനും അതിന് പരിഹാരം തരാനും എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം. ചേച്ചി എന്നെ ചീത്ത വിളിച്ചാലും സാരമില്ല, ചേച്ചി ഉള്ള സത്യമാണ്. ചേച്ചി എൻ്റെ വീഡിയോസ് ഇതിനകത്ത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാമല്ലോ, പക്ഷെ അതാണ് സത്യം. കർത്താവിന് മാത്രമാണ് പരിഹാരം നൽകുവാൻ പറ്റത്തുള്ളൂ. ഈ ഭൂമിയിൽ വേറെ ആരും ഈശോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, ഈശോയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈശോ പറയുന്ന ആ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, അതായത് കുറവുകളുള്ള നമ്മളെ സ്വീകരിക്കുന്ന ഈശോയോ ആ ഈശോയുടെ സ്നേഹത്തിൽ നിറയപ്പെട്ടുകൊണ്ട് കുറവുകളുള്ള മനുഷ്യരോട് ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ നമുക്ക് പകർന്നു തരികയാണ്. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറയുമ്പോൾ അവിടെ ഈശോ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്, അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു ആ മനുഷ്യൻ, അല്ലെ, എല്ലാം നഷ്ടപ്പെട്ട് അർദ്ധപ്രാണനാക്കിയിട്ട് അവന് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ വന്ന് അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. അപ്പോൾ അവിടെ സമരിയാക്കാരന് ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സലിവുണ്ടാകാൻ കാരണം അതുപോലെ തകർന്ന് തരിപ്പണമായിട്ട് ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. അതുപോലെ വികൃതമായി അവൻ്റെ ശരീരം മുഴുവനും മുറിവുകൾ കൊണ്ട് വികൃതമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തകർക്കപ്പെട്ട ആ മനുഷ്യന്റെ അരികിൽ വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈശോ നിന്റെ ജീവിതത്തിൽ നിന്റെ മുറിവുകൾ എത്ര മാത്രമുണ്ടോ ആ മുറിവുകളുടെ ആഴം അറിയുന്നവനാണ് ഈശോ. ചിലപ്പം പുറത്തൊരാളുടെ പറയാൻ പറ്റാത്ത ചില വിഷമേറിയ അവസ്ഥകളിലൂടെ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ ആ മുറിവിൻ്റെ ആഴത്തെ ചിലപ്പോൾ ഒരു പുരോഹിതനോ ഒരു വചനപ്രഘോഷകനോ ഒരു പാസ്റ്റർക്കോ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സുവിശേഷ മേഖല നിൽക്കുന്ന വ്യക്തികൾക്കോ ഇവർക്കാർക്കും മനസ്സിലാകുവാൻ കഴിയാത്ത കാര്യങ്ങളെ, ചിലപ്പോൾ നിങ്ങളുടെ ഇടവകയിലുള്ള വ്യക്തിയാകാം, നിങ്ങളുടെ കോൺഗ്രിഗേഷൻ സഭയിലുള്ള ലീഡറായിരിക്കും, അവരോടൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും ഒരു പരിധിയുണ്ട്, അവർക്കൊന്നും മനസ്സിലാകുന്നതിന് അപ്പുറമായ ആ വേദനയെ അറിയുന്നവനാണ് ഈശോ. ആ ഈശോ നമ്മുടെ അടുത്ത് വന്ന്, ഇവിടെ നമ്മൾ കാണുന്ന ഈശോയുടെ ഹൃദയം ഈശോയാണ് വെളിപ്പെടുത്തുന്നത്. സമരിയക്കാരനായി ഈശോയെ തന്നെയാണ് പറയുന്നത്. അവിടെ അവൻ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അപ്പോൾ ആ മനുഷ്യന്റെ മുറിവുകളുടെ ആഴം എത്രമാത്രമുണ്ടോ അത് കണ്ട് ആ മുറിവിന് വേണ്ട ഒരു സൗഖ്യമാണ് കർത്താവ് ആദ്യം കൊടുക്കുന്നത്. ഈശോ ആദ്യം കൊടുക്കുന്നത് എന്താ? ആ മുറിവുകൾക്ക് ഒരു സൗഖ്യം നൽകുകയാണ്. അപ്പം ഇന്ന് ജീവിതത്തിൽ ഒരുപാട് മുറിവുകളേറ്റ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളിലേക്കാണ് കർത്താവിൻ്റെ സൗഖ്യം ആദ്യം കടന്നു വരുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, എന്നാൽ ഇന്ന് കർത്താവ് ആദ്യം നൽകുന്ന ഒരു ഇന്നർ ഹീലിംഗ് എന്ന് വെച്ചാൽ നിന്റെ മുറിവുകൾ, ലൈഫിലെ മുറിവുകൾ. ചിലപ്പോൾ നിനക്ക്, ഞാൻ നല്ലൊരു പയ്യനോട് സംസാരിക്കുമായിരുന്നു. ആ പയ്യന് ഒരുപാട് അബ്യൂസിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്, വെള്ളക്കാരനായ വ്യക്തി കേട്ടോ. റിലീജിയസ് അബ്യൂസിലൂടെ കടന്നുപോയി. റിലീജിയസ് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില വീട്ടിലൊക്കെ ആൾക്കാർ വളരെ മോശമായിട്ട് ബൈബിള് തന്നെ എടുത്ത് മനുഷ്യരെ ഇങ്ങനെ
പേടിപ്പിക്കുകയും വഴക്ക് പറയുകയും ബൈബിളിൽ ഓരോ വചനങ്ങളൊക്കെ കോട്ട് ചെയ്ത്. അപ്പോൾ ഈ പയ്യൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീട്ടിൽ അവർ ഒരു പ്രൊട്ടസ്റ്റന്റ് ബാക്ക്ഗ്രൗണ്ട്, ചർച്ച് ഓഫ് അയർലൻഡിൽ ഉള്ള ഒരു ഫാമിലി. അപ്പോൾ ഞാൻ ഇവനൊരു കൗൺസിലിംഗ് കൊടുത്തായിരുന്നു. ഇവന് ഡ്രഗ് അഡിക്ഷനിലോട്ട് പോയ സമയത്ത് അപ്പോൾ അവൻ്റെ ലൈഫിൽ അവൻ്റെ ഒരു ട്രാജഡി അവൻ മനസ്സ് തുറക്കും, എന്താണ് സംഭവിച്ചത്. അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അബ്യൂസ് ചെയ്യുകയാണ്, പേടിപ്പിക്കുകയാണ്. ദൈവം ഇങ്ങനെയാണ്, ദൈവം നിന്നെ അങ്ങനെ കാണിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ റിലീജിയസ് അബ്യൂസ് കാരണം, മാത്രമല്ല ഫിസിക്കൽ അബ്യൂസ് കൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുന്നത് ആന്തരികമായിട്ടുള്ള പെയിനാണ്. ആ പെയിനിൽ നിന്ന് ഒരു ഫ്രീഡം കിട്ടുന്നില്ല. അപ്പോൾ ആള് ഓൾട്ടർനേറ്റീവായിട്ട് എന്താണ് എനിക്ക് ഈ ഒരു പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നതെന്ന് തിരക്കിയാണ് അവസാനം ഡ്രഗ്സിലൊക്കെ അകപ്പെട്ടു പോയത്. അങ്ങനെ തന്നെയാണ് ഓരോ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ മനുഷ്യരോട് നമ്മൾ ഇടപെടുമ്പോഴും പലപ്പോഴും പലരിലും ഈ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലൊരു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യൻ, അവന് പള്ളിയിൽ നിന്നൊക്കെ മാറി അവന് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് നിന്റെ ലൈഫിൽ ഇത്രമാത്രം ദൈവത്തോട് ഇത്ര എതിർക്കാൻ കാരണം? അപ്പം പറഞ്ഞു, ഞാൻ ദൈവത്തോട് എതിർക്കുമല്ല, ഐ ആം എഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയാണ് എതിർപ്പ്. അത് പാശ്ചാത്യ ലോകത്താണെങ്കിലും ഇപ്പം പലപ്പോഴും ആൾക്കാർ ഇപ്പം എല്ലാവരും പറയും പാശ്ചാത്യ ലോകത്ത് എല്ലാവരും വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷനോട് ആൾക്കാർക്ക് എതിർപ്പുണ്ടാകുന്നുണ്ട്. അതാണ് ഫാക്ട്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്, മനുഷ്യരോട് ഇടപെടുമ്പോൾ ഞാൻ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് ഇതാണ്. ഇൻസ്റ്റിറ്റ്യൂഷനോട് ആൾക്കാർക്ക് എതിർപ്പുണ്ട്. ഈ പറയുന്ന സെൻസസ് വരുമ്പോൾ നോ റിലീജിയൻ എന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാ വീട്ടിലും ഈശോയുടെ പിക്ചറും ഉണ്ട്, എല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കാറുമുണ്ട്, എല്ലാവർക്കും ദൈവത്തോടൊരു ഫെയ്ത്ത് ഉണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷനോട് അവർക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പയ്യൻ അവൻ്റെ ലൈഫിൽ അവൻ്റെ പേരപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് പള്ളിയിൽ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ആളെ ബറി ചെയ്തത് അന്നത്തെ പണ്ട് എനിക്ക് ഇപ്പോഴും അതുണ്ടോയെന്ന് അറിയാമല്ല, സീറോ മലബാർ സഭയുടെ ഒരു ലോകത്ത് സീറോ മലബാർ സഭ മാത്രമുള്ള ഒരു സിസ്റ്റം, ഈ തമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് ബറി ചെയ്തത്. അപ്പം ആ ഒരു സിസ്റ്റം അന്ന് ഉള്ളത് കാരണം, അപ്പം ആ ഒരു സിസ്റ്റത്തിൽ അവരുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ബെറീഡായി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു, അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അവർ ഒരുപാട് ആ ഫാമിലിയിൽ മൊത്തം ആൾക്കാർ പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ചർച്ച് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇവർ മാറി നിന്നു. പിന്നെ പക്ഷെ ഇവർക്ക് ഫെയ്ത്ത് ഒക്കെ ഉണ്ട്, പക്ഷെ ഇവർ പിന്നെ പല നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ ഇവരെല്ലാത്തുനിന്നും ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് ആയിപ്പോയി. അപ്പോൾ ഇതുപോലെ ഒരുപാട് അബ്യൂസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള റിലീജിയസ് അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ളവർ കത്തോലിക്കരുടെ ഇടയിലുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിലുണ്ട്, എല്ലാ ഡിനോമിനേഷനിലും ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡിനോമിനേഷൻ അല്ല, എല്ലാ ഡിനോമിനേഷനിലും ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ലോകവും മനുഷ്യരും നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഈശോ എങ്ങനെയാണ് നമ്മളെ ഈ വേദനയ്ക്ക് നടുവിൽ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇത് എല്ലാവർക്കും അങ്ങ് ദഹിക്കാൻ സാധ്യത കുറവുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈശോ നമ്മളെ ഈ പെയിൻഫുൾ സിറ്റുവേഷനിൽ നമ്മളെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈശോ നമ്മളെ ഈ പെയിൻഫുൾ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ആ പയ്യനോട് പറഞ്ഞൊരു കാര്യമാണ്, ഒരിക്കലും ഈശോ അന്ന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത തീരുമാനത്തോട് ഈശോ യോജിക്കത്തില്ല. ഈശോ നിങ്ങളുടെ കൂടെയായിരുന്നു. ഒരു മനുഷ്യൻ തകരുമ്പോൾ, ഒരു മനുഷ്യനിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു മനുഷ്യൻ ബലഹീനത ഉണ്ടാകുമ്പോൾ, അവൻ വീഴുമ്പോൾ, ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നവനാണ് ഈശോ. ഈശോ ഒരിക്കലും, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, ജീവിതത്തിൽ ഇന്ന് പരാജയത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, തകർച്ചയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ലോകവും മനുഷ്യരും നിങ്ങളെ അർദ്ധപ്രാണനാക്കിയിട്ടിട്ട് പോകുന്നെങ്കിൽ, പുരോഹിതരും ലേവിയരും വചനപ്രഘോഷകരും പാസ്റ്റർമാരും വൈദികരും കന്യാസ്ത്രീകളും ഞാൻ അടക്കമുള്ള സകല ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യരും നിങ്ങളുടെ സൈഡ് നിങ്ങളെ പരിഗണന തരാതെ പോകുന്നെങ്കിലും നിങ്ങൾക്ക് പരിഗണന നൽകുന്ന ഒരു ഈശോയുണ്ട്. ആ ഈശോ നിങ്ങളുടെ മുറിവുകളെ വെച്ച് കിട്ടും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ ഹൃദയത്തെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരും, ഞാൻ അവരുടെ മുറിവുകളെ വെച്ച് കിട്ടും, ഞാൻ അവർക്ക് സൗഖ്യം നൽകുമെന്ന് ഈശോ പറഞ്ഞത്. ഞാൻ അവർക്ക് സൗഖ്യം നൽകും. ഞാൻ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളെ കർത്താവ് നിങ്ങളൊരു കമ്മോഡിറ്റി ആയിട്ടല്ല കാണുന്നത്. ഇന്നാളൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അയാൾ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്നൊക്കെ പള്ളി പോകുന്നതൊക്കെ നിർത്തി ഇങ്ങനെ ബാക്കിൽ നിൽക്കും. അപ്പം ഞാൻ എന്നാ ചേട്ടാ പള്ളി പോകാത്തതെന്നൊക്കെ ചോദിച്ചപ്പം പുള്ളി എന്നോട് പറയാം, എന്നെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് കാണും. ഞാൻ പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ ഇനി കാശിത ഇത് മാത്രമാണ് പറയുന്നത്. ഇത് കത്തോലിക്കര് മാത്രം പറയുന്ന ഒരു കാര്യമല്ല, പെന്തക്കോസ്തുകാരും പറയാറുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരും പറയാറുണ്ട്, എല്ലാവരും പറയുന്നൊരു കാര്യം. ഇന്ന് ലോകത്തെ വചനപ്രവർത്തകർക്കും അച്ഛന്മാർക്കും എല്ലാം പൈസ മാത്രം മതി, അല്ലെങ്കിൽ പാസ്റ്റർമാർക്കെല്ലാം പൈസ മാത്രം മതി. പക്ഷെ മനുഷ്യരെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല നമ്മളിവിടെ നോക്കേണ്ടത്. ദൈവം എങ്ങനെ നിങ്ങളെ കാണുന്നു. ദൈവം നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും അറിയുന്ന ഈശോയ്ക്ക് നിങ്ങൾ കമ്മോഡിറ്റികളല്ല. കർത്താവിന് നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്, കർത്താവിൻ്റെ സ്വന്തമാണ്.
ഈ പറയുന്ന ഞാനടക്കം എന്തോരം റിലീജിയസ് അബ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഞാനിങ്ങനെ വചനം പ്രഘോഷിക്കുന്ന സമയത്ത്, ഞാൻ തുടങ്ങിയ സമയം ഞാൻ ഓർക്കുന്നുണ്ട്, ഓൺലൈനിൽ തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിലും എന്തുവരെ വചനപ്രഘോഷകർ, ഈ പെന്തക്കോസിലെ പാസ്റ്റർമാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. ചീത്ത പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ചീത്തകളാണ് പറയുന്നത്. ചിലവർ ഈ മുസ്ലിം മതത്തിലെ ഉസ്താദുമാർ ഒരു തവണ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവരതെല്ലാം അതും ഇതും എല്ലാം പറഞ്ഞ് ചീത്ത പറയും. പരിശുദ്ധ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ഇഷ്ടപ്പെടാതെ വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ അതും ഇതും എല്ലാം പറഞ്ഞ് പെന്തക്കോസ് പാസ്റ്റർമാർ ചീത്ത വിളി എന്ന് വെച്ചാൽ ചീത്ത വിളി തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങൾ പല ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ആൾക്കാർ. അപ്പം അതുപോലെ തന്നെ റിലീജിയസ് അബ്യൂസുകൾ, അച്ഛന്മാർ, കന്യാസ്ത്രീമാർ. ഇതിൽ നല്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ലോകവും മനുഷ്യരും ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യരെക്കാളും കൂടുതൽ ചിലപ്പോൾ ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ നമ്മൾ അബ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരായിരിക്കും. റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞു നിൽക്കുന്നവരായിരിക്കും ചിലപ്പം കൂടുതലും നിങ്ങളെ അബ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ബിവെയർ ഓഫ് ദാറ്റ്. അത് ഏത് മതത്തിലാണെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ മുസ്ലിം ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, ഭയങ്കര പള്ളി പ്രാർത്ഥന എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന, വളരെ നോർമലായിട്ട് ജീവിക്കുന്ന, വലിയ പള്ളിയും പ്രാർത്ഥനയോ അല്ലെങ്കിൽ പ്രാർത്ഥന പോലും ഇല്ലാത്ത ആൾക്കാർ വളരെ നൈസായിട്ടായിരിക്കും നിങ്ങളോട് ഇടപെടുന്നത്. ഇത് ലോകവ്യാപകമായിട്ട് നടക്കുന്ന ഒരു സംഭവം, ഒരു ഫാക്റ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈശോയുടെ കാലഘട്ടത്തിലും ഈശോയും ഇതേ ഓപ്പറേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതേ അവസ്ഥയിലൂടെ ഈശോയും കടന്നു പോയിട്ടുണ്ട്. ഈശോനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരാ? എക്സ്ട്രീംലി റിലീജിയസ് ആയിട്ടുള്ള പള്ളിക്കാരും പ്രാർത്ഥനക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് ഈശോ ഉപദ്രവിച്ചത്. പക്ഷേ ഈശോയെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത ആരാ? വളരെ നോർമൽ ആയിട്ടുള്ള സാധാരണ ആൾക്കാർ. അവരുടെ ഇടയിലാണ് ഈശോയുടെ ഏറ്റവും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് നിൽക്കുന്നത്. മനസ്സ്, നമ്മുടെ മനസ്സ് എത്രമാത്രം ഓപ്പൺ ആണോ, നമ്മുടെ മനസ്സ് എത്രമാത്രം വിശാലമാകുന്നോ, അത്രമാത്രം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനും പ്രവർത്തിക്കുവാനും അനുഗ്രഹം നൽകുവാനും സാധിക്കും. അതുകൊണ്ട് യേശു വളരെ സാധാരണക്കാരായ ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്ത് അവരുടെ മനസ്സിനെ അവർ കർത്താവ് ഡെവലപ്പ് ചെയ്യേണ്ട, എലാബറേറ്റ് ചെയ്യുകയാണ്. ഇന്ന് നമ്മളും ഈ ഒരു പിക്ചറിനെ കാണാം. അതായത് ലോകവും മനുഷ്യരും നിങ്ങളുടെ ചുറ്റുമുള്ളവരും പ്രാർത്ഥനക്കാരും അവരും ഇവരും ഒക്കെ നിങ്ങളെ നോക്കി പറയുന്നതും വിധി എഴുതുന്നതും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും നാട്ടുകാരും പറയുന്നൊന്നുമല്ല ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്, വിശാലമാണ്. അപ്പം ആ ഒരു ബ്രോഡർ ബ്രൈറ്റ് പിക്ചർ കണ്ടുകൊണ്ട് വേണം നമ്മൾ ലൈഫിലെ ഓരോ കാര്യത്തിലേക്കും മുൻപോട്ട് പോകുവാൻ. ജെറമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ കേൾക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈശോ നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടി നമ്മുടെ അടുത്ത് വന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടും. അതായത് എണ്ണയും വീഞ്ഞെന്ന് പറയുമ്പോൾ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ സെറ്റ് ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചിലപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, അപ്പം ഒരു പള്ളിയിൽ ഞാനൊരു നൊവേനയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വല്യമ്മച്ചിയുടെ ഓർമ്മ ദിവസം എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ പറയുന്നത്, അന്ന് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ വളരെ പുച്ഛത്തോടെ അന്ന് അവിടെ ഇരുന്ന വൈദികൻ, നീ ഇപ്പോൾ നാട്ടിലൊക്കെ നിൽക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ പുച്ഛത്തോടെ നമ്മളോട് സംസാരിച്ചു. അപ്പം നമുക്കതൊരു വല്ലാത്തൊരു വേദനയാവും. അപ്പം ഉള്ളിലോട്ട് ആ വേദന എടുത്ത് ഞാൻ പള്ളി വന്നിരിക്കുന്ന സമയത്ത്, ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യർ നമ്മളോട് പെരുമാറുന്നത് എന്നൊക്കെ ഓർ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈശോയുടെ ആ വചനം, സങ്കീർത്തനം 34:18 ഈശോ പറഞ്ഞു, ഞാൻ ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. അപ്പം നമ്മൾ വേദനയിലൂടെ കടന്നു പോകും. ചിലപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു നണ്ണ് അല്ലെങ്കിൽ ഒരു പ്രീച്ചർ, ഒരു പാസ്റ്റർ, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ കളിയാക്കുകയും പുച്ഛിക്കുകയും ഇടിച്ചു താഴ്ത്തുകയൊക്കെ ചെയ്യുമ്പോൾ പീപ്പിൾ മേ ഗെറ്റ് റിയലി ഒഫൻഡഡ് ഇൻ എ റിയലി പെയിൻഫുൾ മാനർ. അവിടെ എന്നെ നമ്മൾ ചെയ്യേണ്ട, ആ പെയിനിനെ നേരെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ, ദിസ് ഈസ് വാട്ട് ഐ എം സഫറിങ് ത്രൂ, ഐ എം ഗിവിങ് മൈ പെയിൻ ഇൻ ടു യുവർ ഹാൻഡ്സ്. ഹല്ലേലൂയ. ഇന്നാളൊരു ദിവസം ഒരു മനുഷ്യൻ, ഇവിടെയുള്ള ഒരു വ്യക്തി, ഒരു പള്ളിയിലച്ചൻ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു. അപ്പം ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മാനുഷികമായിട്ട് വിഷമം വരും. പക്ഷേ ആ പെയിനെ നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദ മൊമെന്റ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതൊക്കെ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്ന് നമ്മളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കും.
അപ്പം ഇന്ന് നിങ്ങളെ ആരെങ്കിലും അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഗോഡ് ടു ബ്ലസ് യു. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അവിടെ ദൈവം തുറക്കുകയാണ്. കാരണം കർത്താവിൻ്റെ ശക്തി ഇവിടെ യേശു നല്ല സമരിയാക്കാരൻ ഉപമ പറയുമ്പോൾ ആ മുറിവുകൾ അത്രയും വികൃതമായതുകൊണ്ട് ആ മുറിവുകൾക്ക് വേണ്ട സൗഖ്യം കർത്താവ് അവിടെ കൊടുക്കുക. ഇന്ന് ആരെങ്കിലും നിങ്ങളെ മുറിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുറിവുകൾക്ക് വേണ്ട സൗഖ്യത്തിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിൽക്കുക. കർത്താവിനെ അത്രമാത്രം ആഴത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ കർത്താവിന്റെ എക്സ്പീരിയൻസ്. അപ്പം കർത്താവ് തന്നെ അവിടെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അവഗണനയും പുച്ഛവും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ വർഷം ഞാനൊരു പള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോഴും ആണെങ്കിലും ഞാൻ പറയത്തില്ല ഞാൻ പുറത്താണ്, വിദേശത്ത് എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, ഒന്നും ഞാൻ പറയാം. ഞാൻ ഇന്ന നാട്ടിൽ ഇവിടെ നിന്ന് വന്ന് ജസ്റ്റ് ഒരു പ്രാർത്ഥന, ഒരു കുർബാന ഇരിക്കാൻ പൈസ തരാനാക്കുന്നത്. അപ്പം എൻ്റെ ഇടവകയല്ല, വേറെ ഏതെങ്കിലും ഇടവകയിലൊക്കെ ചെല്ലുമ്പോൾ അപ്പോഴും ആൾക്കാരൊക്കെ ചോദിക്കും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വിദേശത്താണെന്നൊക്കെ എൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പറയാം ഞങ്ങൾ പുറത്തായിന്, ഇവിടെ സൗദിയില, അബുദാബിയില, ഖത്തറില, ഓസ്ട്രേലിയയിലെന്നൊക്കെ പറയാം. ഭയങ്കര പരിഗണനയാണ്, ലോകത്തിന് പരിഗണനയാണ് അതൊക്കെ. അപ്പം എന്നോട് ചോദിക്കുമ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ എവിടെയാണെന്നൊന്നും പറയത്തില്ല, പുറത്താണെന്നൊന്നും പറയാതിരിക്കുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛമാണ്, ഭയങ്കര പുച്ഛം. അപ്പം ഞാനോട് ദൈവമേ എന്തൊരു എന്തിനാ ഇങ്ങനെ പുച്ഛിക്കുന്നത്. അപ്പം ഞാനിപ്പം നാട്ടിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി. പക്ഷെ എന്നാലും ഈ ഒരു ക്രൈസിസാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരു ക്രൈസിസാണ്. അതായത് നാട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വില തരാത്ത അല്ലെങ്കിൽ ഒരു മനുഷ്യന് വില തരത്തില്ല. ആ മനുഷ്യന് എന്തുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ അക്കൗണ്ടിൽ എന്ത് പൈസയുണ്ട്, അല്ലെങ്കിൽ അവന് എന്തൊക്കെയാണ് ഉള്ളത്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു വില തരുന്നത്. പള്ളിയാട്ടെ, നാട്ടുകാരാട്ടെ. പക്ഷെ ദൈവം അങ്ങനെ അല്ല കേട്ടോ. ദൈവം തന്നെ വില തരുന്നത് നിന്റെ ഐഡന്റിറ്റി, കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകള് എന്നുള്ള നിലയിലാണ് ദൈവം നിനക്ക് നൽകുന്ന ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റിക്ക് ഒരു മാറ്റവുമില്ല. ദൈവം നിന്നെ റെസ്പെക്ട് ചെയ്യുന്നു, നിന്നെ സ്നേഹിക്കുന്നു. അപ്പം ലോകവും മനുഷ്യരും നൽകുന്ന ആ ഒരു രീതിയിലല്ല ദൈവത്തിൻ്റെ നിന്നോടുള്ള ആ സ്നേഹവും ഐഡന്റിറ്റി. അത് ദൈവത്തിന് നീ പ്രിയപ്പെട്ടവളാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ പാലായിലുള്ള ഒരു പിതാവിനെ കാണാൻ വേണ്ടി പോയി. മുരിക്കൻ പിതാവിനെ ഞാൻ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ മുരിക്കൻ പിതാവിനെ കാണുമ്പോൾ ഒക്കെ ബ്ലെസ്സിങ്. പാലായിൽ സീനിയർ പിതാവാണ്, കല്ലറങ്ങാട് പിതാവിനെ ഒരു പ്രാവശ്യം കാണാൻ പോയപ്പം എനിക്ക് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. ഞാൻ വീണ്ടും ചെന്നു, അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിച്ചു എവിടെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത്, വിദേശത്ത് നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലുള്ള സാധാരണ മനുഷ്യൻ, എനിക്കൊന്ന് കാണണം, ഞാൻ ജസ്റ്റ് വചനമൊക്കെ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ 15 പ്രാവശ്യം ഞാൻ പോയി, 15 പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ ഒരു കൂടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ക്രിസ്ത്യാനിയല്ല, ഈഴവനാണ്. അപ്പം അവനോട് പറയാം, ഞാൻ നിനക്ക് അപ്പോയിൻമെൻറ്റ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പുള്ളി കോട്ടയത്ത് കുറച്ച് ബാറും ബിസിനസ്സും സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി എനിക്ക് പെട്ടെന്ന് വിളിച്ച് അപ്പോയിൻമെൻറ്റ് റെഡിയാക്കി തന്നു. അപ്പോൾ ഞാൻ ഓർക്കുക, ദൈവമേ, ഞാൻ സാധാരണ രീതിയിൽ ചെന്നിട്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, പക്ഷേ വേറൊരിടത്തിന് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടി, ആളെ കണ്ടു, ബ്ലെസ്സിങ് ഒക്കെ കിട്ടി പോന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് നിന്റെ ഒരു അനുഗ്രഹത്തെ എനിക്ക് വേണം കർത്താവേ. അത് എനിക്ക് പ്രൂവ് ചെയ്യണം. നീ ഇവിടെ ഞാൻ ഇത്രയും തവണ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി പോയിട്ടാണ് എനിക്ക് ആളെ ഒന്ന് അവസാനം വേറെ വ്യക്തി പറഞ്ഞിട്ടാണ് ആളെ ഒന്ന് കാണാൻ കിട്ടുന്നത്. എനിക്ക് നിന്റെ ഒരു ബ്ലെസ്സിങ് എനിക്കിതിനകത്ത് വേണം. നീ ഇതിനകത്തുണ്ട്. ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നീ ഇതിനകത്തൊരു അടയാളം നൽകണമെന്ന് പറയും. അപ്പം ഞാനന്ന് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ നിന്ന് പോരുന്ന വഴിക്ക് എന്നെ ഇവിടെയുള്ള വെള്ളക്കാരനായ ഒരു വൈദികൻ പറഞ്ഞു, അനീഷ നീ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് റോമിന് പോകണം. അപ്പം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ഇവിടെ വന്ന് വിത്തിൻ എ വീക്സ് ടൈം വത്തിക്കാനിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് കിട്ടുവാണ്. അപ്പോൾ അതും എനിക്ക് കിട്ടി. അത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങാണ്, അത് ദൈവത്തിൽ നിന്ന് വന്നൊരു ബ്ലെസ്സിങ്ങാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ലോകവും മനുഷ്യരും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചവിട്ട് താഴ്ത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇടിച്ചു താഴ്ത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ പുറപ്പെടും.
ഹല്ലേലൂയ. അപ്പോൾ ഓർത്തോളൂ, നമ്മൾ നിഷ്കളങ്കമായി എളിമയോടെ നിന്നാൽ മാത്രം മതി, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന് വത്തിക്കാൻ എന്ന് പറയുന്നതോ ദൈവത്തിന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നതോ ഒക്കെ ദൈവത്തിന് ഏറ്റവും സില്ലി ആയിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ എന്താ പറയുക, പാർലമെന്റിൻ്റെ ഉള്ളിൽ ദൈവത്തിന് കയറ്റാൻ എവിടെ വേണമെങ്കിലും ദൈവത്തിന് നമ്മളെ കയറ്റാൻ പറ്റും. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, അസാധ്യമായ ഒന്നുമില്ല കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. ഇന്ന് നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള വലിയ വാതിൽ തുറക്കുവാൻ, ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടെ ഒരു വാതിൽ അവിടെ തുറക്കുകയാണ്. അന്ന് ആ പുരോഹിതനും ലേവിയനും ആ അർദ്ധപ്രാണനാക്കിയിട്ട് വഴിയിലും കവർച്ചക്കാര് ആക്രമിച്ച ആ മനുഷ്യനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് സമരിയക്കാരനായ ഈശോയ്ക്ക്, നല്ല സമരിയക്കാരൻ ആ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വരാൻ സാധിച്ചത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഇന്ന് എവിടെയെങ്കിലും നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ലോർഡ് ഈസ് ഗോയിങ് ടു കം സോ ക്ലോസർ ടു യു ആൻഡ് ലിഫ്റ്റ് യു അപ്പ്. ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തന്നെ കർത്താവിൻ്റെ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, റിലീസ് ദ പെയിൻ, ദ അബ്യൂസ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അബ്യൂസിനെ, ആ പെയിനെ, ഈശോയെ ഇത് നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ പെയിനിനെ, നമ്മുടെ ഉള്ളിലുള്ള ആ വേദനകളെ, നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ, അതിനെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോ ആ വേദനകളെ ഏറ്റെടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലാണല്ലോ, അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. ഈ ഭൂമിയിൽ കർത്താവെ, ആരെങ്കിലും കർത്താവെ അങ്ങയുടെ ഈ മക്കളെ, അങ്ങയുടെ സ്വന്തമായ മക്കളെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് ആ വേദന അറിയുന്നുണ്ടല്ലോ. ഈ ചെറിയവൻ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈശോ അത് പറഞ്ഞെന്നറിയാമോ? ഈ ചെറിയ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ചെറിയ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ഈശോ പറയാൻ കാരണം, അവരുടെ ഉള്ളിൽ ഈശോ ഉണ്ട്, എൻ്റെ ഉള്ളിൽ ഈശോയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈശോയുണ്ട്. പുതിയ നിയമം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈശോയുണ്ട്. അതായത് കാറ്റഗറി, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാറ്റഗറി ആയിരുന്നു. ലേവ്യര്, ഫരിസേയര്, നിയമജ്ഞര്, അതിൻ്റെ താഴെ സാധാരണക്കാര്, പിന്നെ അങ്ങനെയുള്ള ക്ലാസ് തിരിക്കുക. പുതിയ നിയമത്തിൽ ക്ലാസ് തിരി നിർത്തി. എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. സഭയിൽ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ ശുശ്രൂഷകൾക്കും ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി അത് വ്യത്യസ്തമാണ്. പക്ഷെ അവരെല്ലാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം. ഒരാൾ വേറൊരാളെക്കാളും ഹയർ ഒന്നുമല്ല. എല്ലാവരും സ്നേഹത്തിൽ ഗാഢബന്ധം പുലർത്തുകയാണ്. റെസ്പെക്റ്റ് നമ്മൾ ചെയ്യും. പലപ്പോഴും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും, വൈദികരെയും വചനപ്രഘോഷകരെ റെസ്പെക്റ്റ് ചെയ്യും. ബട്ട് ദ റീസൺ വൈ വി റെസ്പെക്ട് ദം, ലവ് ഓഫ് ഗോഡ്, കർത്താവിൻ്റെ സ്നേഹം നിമിത്തമാണ്, വേറൊന്നും കൊണ്ടല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് മാനറിസം അല്ല ന്യൂ ടെസ്റ്റ്മെന്റിൽ. സ്നേഹം കൊണ്ട് നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യും. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കുക, കർത്താവിൻ്റെ ആ സ്നേഹം നമ്മുടെ നടുവിൽ ശക്തമായിട്ടുണ്ട്. ഇന്ന് കുറവുകളുള്ള നമ്മളെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കുറവുകളുള്ള മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുമുള്ള ആ ഒരു വലിയ കൃപ പരിശുദ്ധാത്മാവിന് നമുക്ക് പകർന്നു തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് റിലീജിയസ് അബ്യൂസിലൂടെ കടന്നു പോയ വ്യക്തിയാണ്. അത് കേട്ട് നിങ്ങൾ ബോധം കിട്ടും. അതുപോലത്തെ എന്താ പറയുക, പീഡനങ്ങൾ, അബ്യൂസുകൾ, വഴക്കുകൾ, ഒത്തിരിയും കാര്യങ്ങളിലൂടെയൊക്കെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഞാൻ കയറി ഇറങ്ങി പോകുന്ന സമയങ്ങളൊക്കെ അത് ഒരു ഇന്ന പർട്ടിക്കുലർ ഡിനോമിനേഷനോ കാറ്റഗറി അല്ല. നമ്മൾ പല വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് പല വർഷങ്ങൾ കൊണ്ട് പല ആൾക്കാരിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അവിടെയെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. വെൻ സംബഡി ഈസ് ടോർച്ചറിങ് യു or putting you down, നമ്മളെ ഡിപ്രഷനിലേക്കും നമ്മളെ ഇടിച്ചു താഴ്ത്താനും ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ഈശോയുടെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പം ഇന്ന് നിങ്ങൾ അതുപോലൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ നോക്കരുത്, നിങ്ങൾ ഈശോയിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. ആ വ്യക്തിയെ നോക്കരുത്, ഈശോയിലേക്ക് കടന്നു വരിക. ഞാൻ കഴിഞ്ഞ ഒരു മാസം നിങ്ങളോട് ഷെയർ ചെയ്തൊരു കാര്യം, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് പുള്ളി മെസ്സേജ് ഇട്ടു. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, അയാളുടെ പള്ളിയിൽ ഇടവകയിലുള്ള അച്ഛൻ നാട്ടുകാർ പിരിവ് കൊടുത്ത പൈസ എല്ലാം പബ്ലിഷ് ചെയ്ത് ഇവരുടെ പള്ളിയുടെ പുറത്ത് ഒട്ടിച്ചു വെച്ചു. പിന്നെ വാട്സാപ്പിലൂടെ എല്ലാവർക്കും അയച്ചു കൊടുത്തു. ഈ മനുഷ്യൻ വലിയൊരു ഫാമിലിയിലുള്ള ആളാണ്. പക്ഷെ ആൾക്കൊരു ക്രൈസിസ് വന്നപ്പോൾ അധികം പൈസ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതെല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുടെ എന്താ പറയുന്നത്,
ആളുടെ എന്താ വ്യക്തിത്വം അടിയറവ് പോയി, എല്ലാം നാണം കെട്ടു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ പുള്ളി റാൻഡമായിട്ട് എവിടെയോ ടോക്ക് കേട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വ്യക്തി ചെയ്ത കാര്യത്തെ ഒരിക്കലും അത് കർത്താവിൻ്റെ ഹൃദയമായിട്ട് നിങ്ങൾ കാണുക. ചിലപ്പോൾ അച്ഛന്മാർക്ക് വീഴ്ചകൾ വരാം, പാസ്റ്റർമാർക്ക് വീഴ്ചകൾ വരാം, വചനപ്രഘോഷകർക്ക് വീഴ്ചകൾ വരാം. അവരുടെ കുറവുകൾ കണ്ടിട്ട് കർത്താവ് എന്നെ അങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ സഭ ദൈവം മുഴുവൻ എന്നെ ഇങ്ങനെയാണ് കാണുന്നത്, എന്നെ ദൈവം ഒരിക്കലും നമ്മളെ വിവസ്ത്രനാക്കുന്നതല്ല. ഞാൻ അദ്ദേഹത്തോട് ഈശോയുടെ നാമത്തിൽ മാപ്പി ചോദിച്ചു. കാരണം ആ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ്, അല്ലെ? ഒരാളെ അപമാനിക്കുന്നതിന് ഏറ്റവും വലിയൊരു മാക്സിമാണ്. ഒരിടവകയിലുള്ള മനുഷ്യർ കൊടുത്ത സമ്പത്ത് എത്രയാണെന്ന് പോസ്റ്റ് ചെയ്ത് എല്ലായിടത്തും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു കില്ലിങ് എ പേഴ്സൺ. അത് മഹാഭാവമാണ്, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പം ഞാൻ ആ വ്യക്തിയോട്, ഒരു ഈശോയെ വിശ്വസിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ അച്ഛനെ അറിയാമല്ല, പക്ഷെ ഐ എം ആസ്കിങ് യു ആസ് എ ബ്രദർ ഇൻ ക്രൈസ്റ്റ് ടു ഫോർഗീവ് ദാറ്റ് പേഴ്സൺ. കാരണം അദ്ദേഹത്തിന് പറ്റിയൊരു വീഴ്ചയാണത്. അവിടെ ആ വ്യക്തിയോട് ക്ഷമിക്കുക. ഈശോ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു, ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. കർത്താവ് നിങ്ങളെ തള്ളിക്കളയുന്നില്ല. ഗോഡ് ലവ്സ് യു സോ മച്ച്. അപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് ആ വൈദികനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് പറഞ്ഞു, ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ദൈവം നൽകി. അതാണ് ദ പവർ ഓഫ് ഫോർഗീവ്നെസ്. അപ്പോൾ ഇന്ന് ലൈഫിൽ ആരോടെങ്കിലും നമുക്ക് ഫോർഗീവ് ചെയ്യാനുണ്ടെങ്കിൽ ഈ നിമിഷം ഈ ഒരു വാല്യുബിൾ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഡിസൈഡ് ടു ഫോർഗീവ്. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇപ്പോൾ അത് പ്രേരണ നൽകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പള്ളിയിലുള്ള അച്ഛനോടാകാം, നിങ്ങളുടെ ഇടവകയിലുള്ള ഏതെങ്കിലും വ്യക്തിയോടാകാം, ഒരു കുടുംബത്തോടാകാം. ജസ്റ്റ് ഫോർഗീവ് ദം. ഈശോയെ നിന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ്, ഈശോയെ നിന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ അവരോട് ക്ഷമിക്കുന്നു, എൻ്റെ വിഷമങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ ഞാൻ ഇറക്കി വെക്കുന്നു കർത്താവേ, നിന്നോടുള്ള ക്ഷേമം നിമിത്തം, നിന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ അവരോട് ക്ഷമിക്കുന്നു കർത്താവേ പറഞ്ഞ് അധരം തുറന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിൽ ശക്തമായി വ്യാപരിക്കുന്നു. ഒരുപാട് ഭവനങ്ങളിലേക്ക് അത് വ്യാപരിക്കുന്നു. വിശ്വാസത്തിൽ അകന്നു നിൽക്കുന്നവരിലേക്ക് അത് വ്യാപരിക്കുന്നു. വിശ്വാസത്തിൽ അകന്നു പോയവരിലേക്ക് അത് വ്യാപരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ തിരികെ കർത്താവിൻ്റെ സഭയിലേക്കും കർത്താവിൻ്റെ ശുശ്രൂഷകളിലേക്കും ഒക്കെ നമ്മളെ തിരികെ മടക്കിക്കൊണ്ടുവരും. അത് കർത്താവിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ യൂറോപ്പിലൊക്കെ ഞാൻ ആൾക്കാർ പള്ളിയിൽ നിന്ന് വിട്ടുപോകുക എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ അബ്യൂസ് കാരണമായിരുന്നു. ഒരു 90% ആൾക്കാർ, ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മളൊരു ദൈവം ഇവരെങ്ങനെ പള്ളിയിൽ തുടരും. അതുപോലത്തെ അബ്യൂസിലൂടെ ഒക്കെ കടന്നുപോയ മനുഷ്യർ, പക്ഷേ ദേ ഹാവ് ഫെയ്ത്ത്. അവർക്ക് ഫെയ്ത്ത് ഉണ്ട്, വിശ്വാസമുണ്ട്. വിശ്വാസം പോയിട്ടില്ല, പക്ഷെ അവർ സെൻസസ് ഒക്കെ വരുമ്പോൾ നോ റിലീജിയൻ എഴുതി വെക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ എപ്പോഴും ആ അബ്യൂസിൻ്റെ പെയിൻ നിൽക്കുവാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇവിടെയുള്ള പള്ളിയച്ചന്മാരോട് ചോദിക്കുമ്പോൾ അവരും അത് തന്നെ പറഞ്ഞത്, അത് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യരിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന് വന്നിട്ടുള്ള അബ്യൂസുകളാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. വി ആർ ഹിയർ ഇൻ ദിസ് പ്ലാനറ്റ് ആസ് പീസ് മേക്കേഴ്സ്. നമ്മൾ ഈശോനെ പറയുമ്പോൾ, ഈശോയുടെ ആ സ്നേഹം ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഫോർഗീവ്നെസ് റിലീസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശോയുടെ മഹത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തു വളരുകയാണ്, നിങ്ങളുടെ ഉള്ളിലെ മഹത്വം വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിലെ ക്രിസ്തുവിൻ്റെ ചൈതന്യം വർദ്ധിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ പുറത്തോട്ട് വരും. നിങ്ങൾ ലൈഫിൽ ഇനി നിങ്ങൾ ഒരു വ്യക്തി, അതായത് ക്ഷമയുടെ അഭിഷേകത്തിൽ നിറയപ്പെട്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് എന്ത് റിലീഫാണെന്നറിയോ? നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പ്രകൃതിക്ക് തന്നെ നിങ്ങളൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസം ലഭിക്കുകയാണ്. നിങ്ങളിലൂടെ രോഗസൗഖ്യം നിങ്ങൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ, ഞങ്ങൾ ഓരോരുത്തരെയും ക്ഷമയുടെ ആഴങ്ങളിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം. എല്ലാവരോടും ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അവിടുന്ന് ബ്ലസ് ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റ മുറിവുകളെ അവിടുന്ന് അറിയുന്നല്ലോ. നല്ല സമരിയക്കാരനായ യേശുവേ, ഇന്ന് ആ മുറിവുകൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ മുറിവുകളെ അവിടുന്ന് വെച്ച് കെട്ടണമേ. ഞങ്ങളുടെ മുറിവുകൾക്കുള്ളിലേക്ക് അവിടുന്ന് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിലീജിയസ് അബ്യൂസിലൂടെ കടന്നു പോയിട്ടുള്ള നിരവധി മക്കൾ ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ. അവരുടെ വേദനകളെ, അവരുടെ അവസ്ഥകളെ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ. കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന് സൗഖ്യം നൽകി കർത്താവെ, മനസ്സിന് സ്വസ്ഥത നൽകി അവിടുന്ന് അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾക്കുള്ളിലേക്ക് കടന്നു വന്ന് അവിടുന്ന് സൗഖ്യം നൽകി, പരിപൂർണ സൗഖ്യം നൽകി അവരെ ട്രാൻസ്ഫോം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് നൽകി ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും പറയുന്നു, കുറവുകളുള്ള നമ്മളെ ഈശോ സ്നേഹിച്ചെങ്കിൽ കുറവുകളുള്ള മനുഷ്യരെ
സ്നേഹിക്കുവാനും, കുറവുകളുള്ള നമ്മളെ കർത്താവ് ആക്സെപ്റ്റ് ചെയ്തു അല്ലേ. അപ്പം കുറവുകളുള്ള മനുഷ്യരെ ആക്സെപ്റ്റ് ചെയ്യുവാനും സ്നേഹിക്കാനും ഉള്ള ഒരു കൃപ കർത്താവ് നൽകുകയാണ്. അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ യു ആർ എ ചാമ്പ്യൻ, നിങ്ങളാണ് ചാമ്പ്യൻ. ഓക്കെ, ചാമ്പ്യൻ ബിഫോർ ക്രൈസ്റ്റ്, കർത്താവിന് മുൻപിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളൊരു ചാമ്പ്യനാണ്. അപ്പം എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മെസ്സേജ് ഇന്ന് രാവിലെ, ഇന്നലെ ഇന്നുമായിട്ട് കർത്താവ് വളരെ ശക്തമായിട്ട് എന്നോട് പങ്കുവെക്കണമെന്ന് ഈശോ ഉള്ളിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പങ്കുവെച്ച മെസ്സേജാണ് ഇത്. എനിക്കറിയാൻ പറ്റും ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള മെസ്സേജാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള മെസ്സേജായിരിക്കും. പക്ഷേ ഈ മെസ്സേജ് നിങ്ങൾ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. ഇന്ന് നിങ്ങളെ ദൈവം ഇത് കേൾക്കുവാൻ അനുവദിച്ചു. അപ്പം ഇത് ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് ഈ കാലഘട്ടത്തെ ദൈവം വഴി നടത്തുകയാണ് കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ഒരു വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് ഇതൊരു പർട്ടിക്കുലർ കോൺഗ്രിഗേഷന് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. കാത്തലിക് ആകട്ടെ, പ്രൊട്ടസ്റ്റൻ്റ് ആകട്ടെ, പെൻഡക്കോസ്റ്റൽ ആകട്ടെ, ഏത് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, ജാക്കോബിറ്റ് ആകട്ടെ, ഓർത്തഡോക്സ് ആകട്ടെ, മാർത്തോമ ആകട്ടെ, എല്ലാ വിഭാഗത്തിലും കർത്താവ് ഈ ഒരു ഇന്നർ ഹീലിംഗിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരിക. എല്ലാവരും ഒന്നിപ്പിക്കുക കർത്താവ്, എല്ലാവരും കർത്താവ് സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയാണ്. ആ ഒരു യൂണിയനിലേക്ക്, അതാണ് പോപ്പ് ഫ്രാൻസിസിൻ്റെ ഒരു മിഷനും അതാണ്. അപ്പോൾ ആ ഒരു യൂണിയനിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരികയാണ്. അപ്പോൾ നോട്ട് ഇഗ്നോറിങ് ദ പെയിൻ. ലൈഫിൽ മനുഷ്യർ കടന്നു പോയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അബ്യൂസിനെ, പെയിനിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യുകയല്ല. അത് അബ്യൂസ് തന്നെയാണ്. ആ ചെയ്ത തെറ്റുകൾക്ക് അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പക്ഷേ റിക്കൺസിലിയേഷൻ ഈസ് പോസിബിൾ ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ എല്ലാ മേഖലകളിലും റിക്കൺസിലിയേഷൻ, കുടുംബത്തിനകത്തും സഭയിലും ഇടവകയിലും നാട്ടിലും, ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ആദിമസഭയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ നാളുകളിൽ നടക്കുവാൻ വേണ്ടി നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ്.